നമസ്കാരം. ഇന്ന് നമുക്ക് കേരള സംസ്ഥാന ബഡ്ജറ്റ് 2026 നോക്കാം. 2 മാസമായെങ്കിലും അത് നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ അത് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഒന്ന് ചുരുക്കി വായിക്കാത്തവർക്കും മനസ്സിലാക്കാത്തവർക്കും ചില ആൾക്കാർക്കെല്ലാം മടിയായിരിക്കും വായിച്ച് എടുക്കാനൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാമെന്ന് കരുതുന്നു. നേരത്തെ ഞാൻ ചെയ്യാനിരുന്നതാണ്, പക്ഷെ സാധിച്ചില്ല. അപ്പോൾ നമുക്കിന്നതൊന്ന് നോക്കാം. ഒരു സംസ്ഥാനത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും വികസനത്തിൻ്റെ വഴിത്താരകളും അക്കങ്ങളുടെയും കണക്കുകളുടെയും ഭാഷയിൽ അവതരിപ്പിക്കപ്പെടുന്ന അപൂർവ നിമിഷമാണ് ബഡ്ജറ്റ് അവതരണം. ഇത് വെറും വരവും ചിലവും രേഖപ്പെടുത്തുന്ന ധനകാര്യ പ്രമാണമല്ല, മറിച്ച് നാളെ രൂപപ്പെടുത്താനുള്ള ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ ആഗ്രഹങ്ങളുടെ ഭൂപടമാണ്. 2026 സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുമ്പോൾ വികസനത്തിൻ്റെ പുതിയ അധ്യായങ്ങളിലേക്കും ക്ഷേമത്തിൻ്റെ വിശാല സാധ്യതകളിലേക്കും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള പദ്ധതികളിലേക്കും നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നേറുന്ന കേരളത്തിൻ്റെ സാമ്പത്തിക യാത്രയിൽ ഈ ബഡ്ജറ്റ് എത്രത്തോളം വഴികാട്ടിയാകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ബഡ്ജറ്റിൻ്റെ പ്രധാന പ്രഖ്യാപനങ്ങൾ, വിവിധ മേഖലകൾക്കായുള്ള വകയിരുത്തലുകൾ, ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന പദ്ധതികൾ, സംസ്ഥാനത്തിൻ്റെ ഭാവി വികസന കാഴ്ചപ്പാട് എന്നിവയെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. കാലത്തിൻ്റെ ചക്രം മറ്റൊരു വർഷത്തെ വരവേൽക്കുമ്പോൾ പ്രതീക്ഷയുടെ പുതിയ വിത്തുകളുമായി ഒരു ബഡ്ജറ്റ് ഇപ്പോൾ നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. അവതരിപ്പിച്ചു കഴിഞ്ഞുവെങ്കിലും സമയം താമസിച്ചു പോയി. അക്കങ്ങളുടെ വരണ്ട ലോഹത്തിനപ്പുറം ഓരോ ബഡ്ജറ്റും ഒരു ജനതയുടെ സ്വപ്നങ്ങളുടെയും അഭിലാഷങ്ങളുടെയും ഭാവിയിലേക്കുള്ള യാത്രയുടെ കഥയാണ് പറയുന്നത്. വികസനത്തിൻ്റെ വെളിച്ചവും ക്ഷേമത്തിൻ്റെ കരുതലും സാമ്പത്തിക വളർച്ചയുടെ കരുത്തും ഒരുമിച്ച് ചേർത്ത 2026 സംസ്ഥാന ബഡ്ജറ്റ് അങ്ങനെ പുതിയ ദിശകൾ തുറക്കുകയാണ്. ഇപ്പോൾ തന്നെ പലതും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കർഷകൻ്റെ വയലിൽ പ്രതീക്ഷയുടെ പച്ചപ്പ് വിരിയുമോ? വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ ലഭിക്കുമോ? തൊഴിലന്വേഷകൻ്റെ കാത്തിരിപ്പിന് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയാണ് ഇന്ന് നാം ഈ ബഡ്ജറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കുന്നത്. ജനങ്ങളുടെ നാളെ രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങളും വികസനത്തിൻ്റെ വഴികാട്ടിയായ പ്രഖ്യാപനങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ബഡ്ജറ്റ് ഒന്ന് നമുക്ക് നോക്കാം. പ്രതീക്ഷകൾക്ക് നിറം പകരുന്ന വാക്കുകളും സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന പദ്ധതികളും ചേർന്നൊരുങ്ങുന്ന ജനജീവിതത്തിൻ്റെ സ്പന്ദനം രേഖപ്പെടുത്തുന്ന കാലത്തിൻ്റെ ദിനപത്രമായ ഭാവിയുടെ ഭൂപടം വരയ്ക്കുന്ന ബഡ്ജറ്റ് വിശകലനം ഒന്ന് നടത്താം. ആദ്യം നമുക്ക് ആരോഗ്യ മേഖലയെക്കുറിച്ചൊന്ന് നോക്കാം. 2026 ബഡ്ജറ്റിലെ വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആരോഗ്യത്തിനും ശാസ്ത്രത്തിനുമൊക്കെയാണ്. അതിൽ കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. 100 കോടി രൂപയാണ് അതിനു വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. അതിൽ മെഡിക്കൽ കോളേജുകൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, ഗവേഷണ ലബോറട്ടറികൾ എന്നിവ സംയോജിച്ചുള്ള ആരോഗ്യ സംവിധാനമാണ് ഇതിലുള്ളത്. ആരോഗ്യ സംരക്ഷണം, ബയോടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയുടെ വികസനവും ഒരു ലക്ഷ്യമാണ്. ഈ റിന്യൂവബിൾ എനർജി ഉണ്ടല്ലോ, പുനരുപയോഗ എനർജികൾ, ഹൈഡ്രോ ഇലക്ട്രിക് എനർജി, ബയോമാസ് എനർജി, ടൈഡൽ എനർജി, വിൻഡ് എനർജി, ഈ ഊർജ്ജ സ്രോതസ്സുകളൊക്കെ ഉണ്ടല്ലോ. ഈ ഊർജ്ജ സ്രോതസ്സുകളുടെ എല്ലാ സാങ്കേതികമായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ 100 കോടി രൂപയാണ് വക ഇരുത്തിയിട്ടുള്ളത്. അതേസമയം ന്യൂ ജെൻ ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു പുതിയ ജനറേഷന് വേണ്ടി ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്ന ജെൻസിക്ക് റോബോട്ടിക്സ്, ഡേറ്റ സയൻസ്, വിർച്വൽ റിയാലിറ്റി,
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലകളിലുള്ള സ്റ്റാർട്ടപ്പുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഒരു ലക്ഷ്യമാണ്. ഇതിന് സർക്കാർ 50 കോടി രൂപ വിലയിരുത്തിയിട്ടുണ്ട്. അതുപോലെ ഫിലിം സിറ്റി സിനിമയ്ക്ക് വ്യവസായ പദവി നൽകുമെന്ന് പറയുന്നുണ്ട്. കൊച്ചിയിലൊരു ചിത്ര നിർമ്മാണശാല സ്ഥാപിക്കും. ചിത്രനഗരം അതിനുവേണ്ടി 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ അതിന് JC ഡാനിയൽ ഇൻ്റർനാഷണൽ പാർക്ക് എന്നാണ് നാമകരണം ചെയ്യാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതുവഴി നമ്മുടെ തൊഴിൽ മേഖലയിൽ തൊഴിൽ അവസരങ്ങളൊക്കെ വർദ്ധിക്കും. അതുപോലെ വേറൊരു പദ്ധതിയാണ് മഹൾക്കൊപ്പം പദ്ധതി. സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ ഒക്കെ തടയാനുള്ളൊരു പദ്ധതിയാണ്. പിന്നെ ഒന്ന് ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. 25 ലക്ഷം വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വേറൊന്ന് ഗ്ലോബൽ വാച്ച് ടവർ. അതായത് ഇന്ത്യയിലും വിദേശത്തുമൊക്കെയുള്ള തൊഴിലവസരങ്ങളൊക്കെ റിയൽ ടൈമിൽ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അറിയാനുള്ള ഒരവസരം ഇതുവഴി ഉണ്ടാകും. അതാണ് റിയൽ ടൈമിൽ അറിയാൻ പറ്റുന്ന ഒരു പദ്ധതി. അതുപോലെ ഓൺ കേരള കരുതൽ മിഷൻ. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് ക്യാഷ് ഇല്ലാത്തവർക്കും ഒക്കെ അവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയാണിത്, കേരള കരുതൽ മിഷൻ. തുടർ വിദ്യാഭ്യാസത്തിനൊക്കെ പണമില്ലാത്തവരെയൊക്കെ സഹായിക്കാനുള്ളൊരു പദ്ധതി. അതുപോലെ നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഏകജാലക സംവിധാനം, അതിനുവേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് കേരള സെൽ എന്ന പേരിൽ അതറിയപ്പെടും. കേരളത്തെ ഏഷ്യയിലെ തന്നെ ഒരു പ്രധാന ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റാനുള്ളൊരു ഉദ്ദേശമുണ്ട്. അതിനുവേണ്ടി 200 കോടി രൂപയും ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിഷൻ സമുദ്ര, അതിനുവേണ്ടി 400 കോടി രൂപ. കേരളത്തെ ആഗോള മാരിടൈം ഹബ്ബാക്കി മാറ്റുകയാണ് സർക്കാരിൻ്റെ മറ്റൊരു ലക്ഷ്യം. കേരളത്തെ നോളജ് വാലിയാക്കി മാറ്റും. കേരളത്തെ നോളജ് ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യവും ഉണ്ട്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി 100 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഏവിയേഷൻ ഹബ്ബ് ആക്കി മാറ്റും കേരളത്തെ. അതായത് വിമാനത്താവള വികസനത്തിന് വേണ്ടി 200 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തുകയും അത് പൈലറ്റ് പരിശീലന കേന്ദ്രങ്ങൾ ഒക്കെ അതിൻ്റെ കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെ 1970 ഒരു 1ാം ഭൂപരിഷ്കരണ നിയമമുണ്ടായി. അന്ന് കർഷകർക്ക് ഭൂമി അവർക്ക് അവകാശമായി കൊടുത്തതാണ്. ഇപ്പോൾ 2ാം ഭൂപരിഷ്കരണ നിയമം ഇത് കർഷകരുടെ ഭൂമി അവകാശമല്ല, വ്യവസായ വികസനത്തിന് വേണ്ടി ഭൂമി തരപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഭൂമി പിടിച്ചെടുക്കലല്ല, പങ്കുവയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. ഭൂമി പിടിച്ചെടുക്കലല്ല, പങ്കുവയ്ക്കലാണ് ഇതിൻ്റെ ലക്ഷ്യം. പിന്നെ പ്രിയദർശിനി സൗജന്യ യാത്ര, അത് ഇതിനകം തന്നെ എല്ലാവർക്കും അത് അനുഭവവേദ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട. ജൂൺ 15 തന്നെ അത് പ്രാവർത്തികമായി കഴിഞ്ഞു. അതുപോലെ തന്നെ ട്രിവാൻഡ്രം, കൊയിലോൺ, ആലപ്പി ജില്ലകളെ ഉൾപ്പെടുത്തി ഒരു എക്കണോമിക് കോറിഡോർ ഉണ്ടാക്കാനും ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. പ്രവാസി നിക്ഷേപം ഉറപ്പാക്കാൻ പ്രവാസി ഫണ്ട്, MSME ഗ്രോത്ത് സ്കീം വഴി 10,000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നിലവിൽ ഉണ്ടാക്കും എന്നും ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ തിരുവല്ലം, ഗുരുവായൂർ, ശബരിമല എന്നീ ക്ഷേത്രങ്ങളെല്ലാം തിരുപ്പതി മോഡൽ ക്ഷേത്രങ്ങളാക്കി മാറ്റി വികസിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. തുറമുഖ റെയിൽ വികസനത്തിന് വേണ്ടി ബഡ്ജറ്റിൽ ഒരു തുക നീക്കി വെച്ചിട്ടുണ്ട്. ഈ കിഫ്ബിയുടെ പ്രവർത്തനം പാടെ പരിഷ്കരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ്പ് പദ്ധതി പരിഷ്കരിക്കും.
വയോജന ക്ഷേമത്തിന് വേണ്ടി 10 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അതുപോലെ കോളേജുകളിലെ റാഗിംഗ് പരിപാടികൾക്ക് എതിരെ ഒരു നിയമമെല്ലാം വരുന്നുണ്ട്. വയോജനക്ഷേമം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാരിടൈം പോളിസി രൂപീകരിക്കും. ശിവഗിരിയുടെ വികസനത്തിന് വേണ്ടി 5 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് വേണ്ടി 100 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പൂന്തുറ പുതിയ ഫിഷിംഗ് ഹാർബർ രൂപീകരിക്കും. ഗ്രീൻ മാർഷൽ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ വിഴിഞ്ഞത്ത് സ്ഥാപിക്കുമെന്നും പറയുന്നു. പിന്നെ ആർ ശങ്കർ സ്മാരകം, ഉള്ളൂർ സ്മാരകം, ഇങ്ങനെ സലീം സിനിമാ നടൻ സലീമിൻ്റെ പേരിലൊരു സ്മാരകം, ഇങ്ങനെ ഒത്തിരി സ്മാരകങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയും ബഡ്ജറ്റിൽ തുക ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ സിറ്റിയാക്കി മാറ്റാൻ വേണ്ടി 20 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ ട്രിവാൻഡ്രം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പദവി ഉള്ള യൂണിവേഴ്സിറ്റിയാക്കി മാറ്റും. ISROയുമായി ചേർന്ന് ഉപഗ്രഹ സാങ്കേതിക വിദ്യയ്ക്ക് ഊന്നൽ നൽകി കൊണ്ടുള്ള ഗവേഷണങ്ങൾ ആരംഭിക്കും. ഗ്രീൻ ബങ്കറിംഗ് സംവിധാനം വിഴിഞ്ഞത്ത് ആരംഭിക്കും. സ്വകാര്യ സർവകലാശാല ബിൽ പരിഷ്കരണം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. തീരമേഖലയിലുള്ളവർക്ക് പാർപ്പിടവും തൊഴിലും. കോഴിക്കോട് കൾച്ചറൽ പാർക്ക്. അതുപോലെ സംസ്ഥാനത്തിൻ്റെ തനത് ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ് എന്ന പേര്. കേരളത്തിലൊരു പാചക ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. ഇതൊക്കെയും ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. റബ്ബറിൻ്റെ താങ്ങുവില 200 രൂപയിൽ നിന്നും 250 രൂപയാക്കി മാറ്റി. ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കും. കർഷക താൽപ്പര്യം സംരക്ഷിക്കും. അതുപോലെ ക്ഷീരവികസനത്തിന് 102 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. കടലിൻ്റെ അവകാശം കടലിൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഭവന പദ്ധതിയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പട്ടയം ലഭിക്കാത്ത തീരദേശ നിവാസികൾക്ക് അത് ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ. കൊച്ചി, ആലുവ, പെരുമ്പാവൂർ ഫർണിച്ചർ ഹബ്ബാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ മണ്ണെണ്ണ സബ്സിഡി. മത്സ്യത്തൊഴിലാളികൾക്കൊക്കെല്ലാം മണ്ണെണ്ണയുടെ ഉപയോഗം കൂടുതലാണല്ലോ, മീൻപിടുത്തത്തിനും അതിനൊക്കെ ആയിട്ട്. അപ്പോൾ അത് 25 നിന്ന് 75 രൂപയായി. മനുഷ്യ മൃഗ സംഘർഷങ്ങൾ കുറയ്ക്കാൻ 192 കോടി രൂപ. അതുപോലെ തന്നെ വന്യമൃഗങ്ങളായ കടുവ, പുലി അവയുടെ സെൻസസ് നടത്തും. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഗ്രാമസഭകൾ ഓൺലൈനാക്കും. ഗ്രാമസഭകളുടെയൊക്കെ മീറ്റിങ്ങൊക്കെ ഓൺലൈൻ മീറ്റിംഗ് ആക്കും. കൊല്ലത്തെ അപൂർവ ധാതുക്കളുടെ കേന്ദ്രമായും ധാതു സംസ്കരണത്തിന് കേന്ദ്രമാക്കി മാറ്റും. ആലപ്പുഴയെ ഒരു ബ്ലൂ എക്കോണമി തലസ്ഥാനമാക്കി മാറ്റുമെന്നും പറയുന്നു. നികുതി ഇളവിലൂടെ വൈദ്യുത വാഹനങ്ങളുടെ വില കുറയും. ബാണാസുര സാഗർ മാതൃകയിൽ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കും. എൻഡോസൾഫാൻ ബാധിതരെ സംരക്ഷിക്കും. ഡിസാസ്റ്റർ റെസിലിയൻസ് പ്രോഗ്രാമിന് 2 കോടി രൂപ. അതുപോലെ നിയമലംഘനങ്ങൾക്ക് കർശനമായ ശിക്ഷ, ഇതൊക്കെ പറയുന്നുണ്ട്. സഹകരണ മേഖലയ്ക്ക് 114 കോടി രൂപ. കയർ മേഖലയ്ക്ക് 107 കോടി രൂപ. മത്സ്യത്തൊഴിലാളികൾക്ക് അപകട ഇൻഷുറൻസ് സ്കീം, ഇതൊക്കെയും പറയുന്നുണ്ട്. അതുപോലെ ടൂറിസത്തെ വ്യവസായമായി പരിഗണിക്കും. തിരുവനന്തപുരത്ത് ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജുകൾ. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1032 കോടി രൂപ. ആരോഗ്യ മേഖലയ്ക്ക് 2074 കോടി രൂപ. ഭവന നിർമ്മാണ മേഖലയ്ക്ക് 58 കോടി രൂപ. മുന്നോക്ക ക്ഷേമത്തിന് 38 കോടി. ന്യൂനപക്ഷ ക്ഷേമത്തിന് 77 കോടി രൂപ. ഇതൊക്കെയാണ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ടൈപ്പ് 1 പ്രമേഹ രോഗബാധിതരായ കുട്ടികൾക്ക് ഒരു സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മിഠായി പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയുമുണ്ട്. അതുപോലെ റവന്യൂ വകുപ്പിന് 76 കോടി രൂപ. ട്രഷറിക്ക് 20 കോടി. സർവേ വകുപ്പിന് 17 കോടി. ഇതൊക്കെയും പറയുന്നുണ്ട്. അതുപോലെ റോഡുകളുടെ നിലവാരം ഉയർത്താൻ ആർക്കിടെക്ചർ വിങ്. MGയുടെ ഓർമ്മയ്ക്ക് കൾച്ചറൽ പാർക്ക്. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ അവസരമൊരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള പദ്ധതി ശക്തിപ്പെടുത്തും. ഡൽഹിയിൽ ശ്രീനാരായണ ഗുരുവിന് പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും സ്ഥാപിക്കും. സംഗീത സംവിധായകൻ ജോൺസണിൻ്റെ പേരിൽ തൃശ്ശൂരിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ ധനസഹായം കൊടുക്കുമെന്നും പറയുന്നുണ്ട്. വീര്യം കുറഞ്ഞ മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി പരിഷ്കരിച്ച് വരുമാനം
കണ്ടെത്തും. പുതിയ വലിയ നികുതികളൊന്നും ഇല്ല. സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ തന്നെ വളരെ ഉയർന്ന നിലയിലാണ് സംസ്ഥാനം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന പണം വളരെ കുറവാണ്. നിലവിലെ ക്ഷേമ പദ്ധതികൾ തുടരുമെങ്കിലും സാധാരണ ജനങ്ങൾക്ക് ഉടൻ അനുഭവപ്പെടുന്ന വലിയ സാമ്പത്തിക ആശ്വാസ നടപടികളൊക്കെ കുറവാണ്. സർക്കാർ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ കാര്യക്ഷമമായ ആസൂത്രണവും സമയബന്ധിതമായ നടപ്പാക്കലും ഉറപ്പാക്കണം. ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സുതാര്യത, ഉത്തരവാദിത്വബോധം, ജനപങ്കാളിത്തം എന്നിവയ്ക്ക് സർക്കാർ പ്രാധാന്യം നൽകണം. പദ്ധതികളുടെ പുരോഗതി നിരന്തരം വിലയിരുത്തണം. ആവശ്യമായ തിരുത്തലുകൾ വരുത്തണം. വാഗ്ദാനങ്ങൾ പ്രവൃത്തികളാക്കി മാറ്റണം. പൊതു സ്വകാര്യ പങ്കാളിത്തവുമായി സഹകരിച്ച് വികസന ഏജൻസികളിൽ നിന്നും അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിച്ച് സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനക്ഷമത കൂട്ടി അധിക വരുമാനം കണ്ടെത്തണം. ഇതൊക്കെ സർക്കാരിൻ്റെ മുന്നിലെ കടമ്പകളാണ്. അങ്ങനെ ബഡ്ജറ്റിൻ്റെ വിവിധ തലങ്ങളിലൂടെ നടത്തിയൊരു ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുന്നു. അറിവിൻ്റെ ഓരോ തിരിയും പുതിയ ചിന്തകളിലേക്കുള്ള വാതിലുകളാണ് തുറക്കുന്നത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പുതിയ ചോദ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കും വഴിയൊരുക്കും എന്ന പ്രതീക്ഷയുമുണ്ട്. കേൾവിയുടെയും ചിന്തയുടെയും സഹയാത്രയിൽ എന്നോടൊപ്പം പങ്കുചേർന്ന ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് പകർന്നു തരാൻ സഹായിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി ഇതിവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. പുതിയ ഒരു സബ്ജക്റ്റുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ. നമസ്കാരം.